ഇതെന്ത് കൂത്ത്? ഹേയ്, ഇതെന്ത് കൂത്ത്? ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലാന്ന്. ഇത് പണ്ട് നമ്മുടെ നെടുമുടി വേണുവാദികള് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ കാര്യല്ലേ? അതെ. അല്ല, വയറ് നിറച്ചും കിട്ടിയെന്നാണല്ലോ കേട്ടത്. എന്നിട്ടും ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറയാൻ കാര്യം എന്താണാവോ? വല്ല റെയിൽവേ ബജറ്റോ മറ്റോ എങ്ങാനും അവതരിപ്പിച്ചോ? ഉവ്വ്, ഫുട്ബോൾ കളി മാത്രല്ലാലോ ചാക്യാരെ ഇവിടെ ഉള്ളത്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കേരളത്തിന് അന്നും ഇന്നും ഇനി എന്നും റെയിൽവേ ബജറ്റിന്റെ കാര്യത്തില് കഞ്ഞിവെള്ളം പോലും കിട്ടുന്ന അവസ്ഥ ഇല്ലാലോ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ലാട്ടോ. നമുക്ക് എല്ലാവർക്കും കിട്ടിയില്ലോ. കിട്ടി. നമുക്ക് എല്ലാവർക്കും വൈഫൈ കിട്ടിയില്ലോ. ഉവ്വോ, അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷനിലെ പിച്ചക്കാർക്ക് ഇഷ്ടം പോലെ ഇട്ട് കുത്തി കളിക്കാലോ. അതിനിടയില് അറിഞ്ഞില്ലേ, ട്രെയിൻ ഒന്നും കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്താ, നമ്മുടെ സാക്ഷാൽ ശ്രീമാൻ നെയ്മർ കേരളത്തിലേക്ക് വരാൻ പോവാണ് അത്രേ. കേരളത്തിലേക്കോ? അതെ. പാവം പണ്ട് മഹാകവി കലാഭവൻ മണികൾ അരുളി ചെയ്തതുപോലെ, ഇക്കൊല്ലം നമുക്ക് ഓണല്ലടി നാത്തൂനേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. അപ്പോ നെയ്മർ കുട്ടേട്ടൻ എന്തിനാ ഇപ്പോ ഇങ്ങടെ കേരളത്തിലേക്ക് പോരണതെന്ന്? ആയുർവേദ ചികിത്സക്കാണ്. ഓ, ഇവിടെ ഇപ്പോ മന്ത്രിമാര് പണ്ടേ പല്ല് പറിക്കാൻ വരെ വിദേശത്തേക്ക് പോകുമ്പോഴാണ് കേട്ടോ അവിടെയുള്ള ഒരു നെയ്മറിനെ പോലെ മഹാനായ താരം ഇങ്ങോട്ട് പോരണത്. അപ്പോ അവിടുത്തെ അവസ്ഥ എന്താണാവോ? പൂരവും നമ്മുടെയാ, പൂരപ്പറമ്പും നമ്മുടെയാ. അതുകൊണ്ട് തിടമ്പ് നമ്മൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നമ്മുടെ സ്വന്തം പൂരപ്പറമ്പില് തിടമ്പൊക്കെ ഏറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനിടയില് വെടിക്കെട്ട് നടത്തിയത് അങ്ങ് ജർമ്മനിയിൽ നിന്നുള്ള വെടിക്കെട്ടുകാരായിരുന്നല്ലോ. ഔ, എന്തായിരുന്നു ഒരു പൊട്ടല് ലേ. ഹേയ്, ഇതെന്ത് കൂത്ത്?